ചേർത്തല ഹൈസ്കൂൾ, സെന്റ് മൈക്കിൾസ് കോളേജ്, SN കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. നാടക നടനെന്ന നിലയിൽ 1984-ലും 1986-ലും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടി. സഞ്ചാരി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. മലയാള സിനിമയിൽ വില്ലനായും കൊമേഡിയനായും തകർത്താടിയ രാജൻ പി ദേവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 1954 മെയ് 20-ന് നാടക നടനും സംവിധായകനുമായ SJ ദേവിൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ ജനിച്ചു. ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ പ്രതിനായക വേഷമാണ് രാജൻ പി ദേവിന് ഏറെ പ്രശസ്തി നേടിക്കൊടുത്തത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചു. അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ, മണിയറ കള്ളൻ, അച്ഛൻ്റെ കൊച്ചുമോൾ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് രാജൻ പി ദേവ്. മുഖം നിറയെ പുഞ്ചിരിയും ഡയലോഗുകളിൽ തമാശയുമായി വരുന്ന രാജൻ പി ദേവ് എന്ന വില്ലനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടാനുള്ളൊരു ഘടകം അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷങ്ങളിലുള്ള നർമ്മബോധമാണ്. ഒളിയമ്പുകൾ, അനിയമ്പാവ ചേട്ടൻപാവ, സ്ഫടികം, ചോട്ടാ മുംബൈ, തൊമ്മനും മക്കളും, പാണ്ടിപ്പട, ഈ പട്ടണത്തിൽ ഭൂതം തുടങ്ങി 200-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. രാജൻ പി ദേവിൻ്റെ കേരളമൊട്ടാകെ തകർത്താടിയ നാടകമായിരുന്നു കാട്ടുകുതിര. 3 വർഷം കൊണ്ട് തന്നെ 1000-ലധികം വേദികളിൽ ആ നാടകം കളിച്ചു. കൊച്ചുബാവ എന്ന കഥാപാത്രം നാടകപ്രേമികളുടെ മനസ്സിൽ ഇന്നും ഒരു സ്ഥാനമുണ്ട്. പ്രമേഹം, കരൾ രോഗം എന്നിവയെ തുടർന്ന് 2009 ജൂലൈ 29-ന് തൻ്റെ 55-ാമത്തെ വയസ്സിൽ രാജൻ പി ദേവ് അന്തരിച്ചു.